ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. മഴവില്ല് ഇഷ്ടപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടോ? മഴവില്ലിനെ കുറിച്ചൊരു കഥ കേട്ടാലോ? അപ്പു ശ്രദ്ധയോടെ കേട്ടിരുന്നു. ടീച്ചർ ക്ലാസ്സിൽ മഴവില്ലിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. മഴവില്ല് ഉണ്ടാകുന്നതിനെക്കുറിച്ചും നിറങ്ങളെക്കുറിച്ചും എല്ലാം പഠിപ്പിച്ചു. നാളെ വരുമ്പോൾ എല്ലാവരും മഴവില്ലിന്റെ ചിത്രം വരച്ചുകൊണ്ട് വരണം, ടീച്ചർ പറഞ്ഞു. അപ്പുവിന് ചിത്രം വരയ്ക്കുവാൻ വലിയ ഇഷ്ടമാണ്. സ്കൂൾ കഴിഞ്ഞ് അവൻ വീട്ടിലെത്തി. വൈകുന്നേരം കളിക്കുവാൻ പോവുക പതിവുള്ളതാണ്. അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ കളിക്കാൻ പോവുകയാട്ടോ. അവൻ മുറ്റത്തേക്ക് ഓടി. അമ്മ വിളിച്ചു പറഞ്ഞു, മഴക്കാർ വെക്കുന്നുണ്ട് അപ്പു, വേഗം വരണോട്ടോ. ശരി അമ്മേ. അവൻ ഓടിപ്പോയി. സമയമേറെയായിരിക്കുന്നു. അവനെ ഇതുവരെ കണ്ടില്ലല്ലോ. അപ്പുവിന്റെ അമ്മ വഴിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. മഴ ഇപ്പോൾ തന്നെ പെയ്യുമെന്നാ തോന്നുന്നത്. മഴ പെയ്തു തുടങ്ങി. ഈ കുട്ടി ഇത് എന്തെടുക്കാണാവോ? അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വരുന്നുണ്ട്. അപ്പുക്കുട്ടൻ ഓടിയെത്തി. ഇപ്പോഴാണോ വരുന്നത്? അമ്മ ദേഷ്യത്തോടെ ചോദിച്ചു. അത് പിന്നെ അമ്മേ, നല്ല രസമായിരുന്നു കളിക്കാൻ. അവൻ അമ്മയ്ക്കൊരു മുത്തം കൊടുത്തു. അമ്മയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അമ്മയുടെ ദേഷ്യമെല്ലാം പോയി. അപ്പുവിനന്ന് കുറച്ചധികം പഠിക്കുവാനുണ്ടായിരുന്നു. ഉറക്കം വന്നു തുടങ്ങി. അപ്പോഴാണ് അവൻ ഓർത്തത്, മഴവില്ലിന്റെ ചിത്രം വരച്ചില്ലല്ലോ. ചിത്രം നാളെ വരയ്ക്കാം, അവൻ ഓർത്തു. അവൻ ഉറങ്ങുവാൻ കിടന്നു. എവിടെ നിന്നോ ഒരു ശബ്ദം കേൾക്കുന്നതായി അപ്പുവിന് തോന്നി. അവൻ ചെവിയോർത്തിരുന്നു. ഏതോ കുതിരയുടെ കുളമ്പടി ശബ്ദം പോലെ. ഒച്ച അടുത്തടുത്ത് വരുന്നുണ്ട്. ഒരു കുതിരയല്ലെന്ന് അവന് തോന്നി, അനേകം കുതിരകളുടെ കുളമ്പടി ശബ്ദങ്ങൾ. അപ്പോഴാണ് അവൻ കണ്ടത്, ആകാശത്ത് നിന്ന് മെല്ലെ ഒരു രഥം ഇറങ്ങി വരുന്നു. രഥം വലിക്കുന്നതാകട്ടെ കുതിരകളും. ആ കുതിരകൾക്ക് എന്തോ പ്രത്യേകതയുണ്ടല്ലോ. അവൻ സൂക്ഷിച്ചു നോക്കി. 7 കുതിരകൾ, അതും 7 നിറത്തിലുള്ളവ. ആ നിറങ്ങൾ താൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അവൻ ഓർത്തു നോക്കി. ഓ, മഴവില്ലിന്റെ 7 നിറങ്ങളുള്ള 7 കുതിരകൾ. അത്രയും മനോഹരമായൊരു കാഴ്ച അവൻ കണ്ടിട്ടേയില്ലായിരുന്നു. ആരോ അവനോട് പറയുന്നതായി തോന്നി, കുഞ്ഞേ വരൂ, നമുക്കൊരു യാത്ര പോകാം. അപ്പു സന്തോഷത്തോടെ രഥത്തിൽ കയറി. കുതിരകൾ മെല്ലെ രഥം വലിച്ചു തുടങ്ങി. എത്ര മനോഹരമായ യാത്ര, അവൻ ഓർത്തു. ആകാശത്ത് അനേകം മഴവില്ലുകൾ വിരിയുന്നത് അപ്പു അതിശയത്തോടെ നോക്കി. അവരും തങ്ങളോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ഒരു മഴവില്ല് അപ്പുവിനോട് പറഞ്ഞു, അപ്പു, താഴേക്കൊന്ന് നോക്കൂ. അവൻ നോക്കി. തൻ്റെ വീടല്ലേ ആ കാണുന്നത്. അമ്മ അവിടെ എന്തോ ജോലി ചെയ്യുന്നു. അച്ഛൻ ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുന്നുണ്ടല്ലോ. അവൻ സന്തോഷത്തോടെ അവരെ ഉറക്കെ വിളിച്ചു. പക്ഷേ കേൾക്കുന്നില്ല. ഓ, താൻ വളരെ ഉയരത്തിലല്ലേ, പിന്നെ എങ്ങനെ കേൾക്കാൻ? രഥം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. തൻ്റെ സ്കൂളല്ലേ ആ കാണുന്നത്. അതാ തൻ്റെ കൂട്ടുകാർ. അപ്പു അവരെ നോക്കി കൈവീശി. ആരും കാണുന്നില്ല. അപ്പു തൻ്റെ ടീച്ചറെ കണ്ടു. ടീച്ചർ ക്ലാസ്സിലേക്കാണല്ലോ പോകുന്നത്. പെട്ടെന്നാണ് അവൻ ഓർത്തത്, മഴവില്ലിന്റെ ചിത്രം വരച്ചിട്ടില്ലല്ലോ. അവൻ ചാടി എണീറ്റു. ചുറ്റും നോക്കി. കുതിരകളുമില്ല, രഥവുമില്ല. താൻ സ്വപ്നം കണ്ടതാണല്ലേ. സമയം വൈകിയിരിക്കുന്നു. അപ്പു വേഗം ചിത്രം വരയ്ക്കുവാൻ തുടങ്ങി. ചിത്രത്തിന് നിറം കൊടുത്തു. ഒരു മഴവില്ല് ഇതെല്ലാം കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ചിത്രം വരച്ച് അവൻ എഴുന്നേറ്റ് പോയി. ചിത്രം കണ്ട മഴവില്ലിന്റെ മുഖം മങ്ങി. ഇത്ര നേരം താൻ അവനൊപ്പം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടും. അപ്പു സ്കൂളിലെത്തി. എല്ലാവരും മഴവില്ലിന്റെ ചിത്രം വരച്ചിരുന്നു. പുറത്തെന്തോ ആരവം കേൾക്കുന്നു. ആരോ പറഞ്ഞു, മഴവില്ല് വിരിഞ്ഞിരിക്കുന്നു. കുട്ടികളെല്ലാവരും പുറത്തേക്ക് ഓടി. നോക്കിയപ്പോൾ ആകാശത്തൊരു മഴവില്ല്. അപ്പുവും കൂട്ടുകാരും അതിശയിച്ചു. മഴവില്ലിനെ കുറിച്ച് പഠിച്ചതേയുള്ളൂ, ദാ മഴവില്ല് വന്നിരിക്കുന്നു. അപ്പു മഴവില്ലിനെ നോക്കി. എന്തോ ഒരു കുറവ് അവന് തോന്നി. അപ്പു ക്ലാസ്സിലേക്ക് ഓടി. കുട്ടികൾ ആരും ക്ലാസ്സിലില്ല. എല്ലാവരും പുറത്താണ്. അവൻ താൻ വരച്ച ചിത്രം എടുത്തു നോക്കി. അതിലൊരു കളർ വിട്ടുപോയിരിക്കുന്നു. അവൻ പെട്ടെന്ന് മറ്റൊരു ചിത്രം വരച്ച് നിറം കൊടുത്തു. ഭാഗ്യം ആരും കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ എല്ലാവരും തന്നെ കളിയാക്കിയേനെ. അവൻ പുറത്തേക്ക് ഓടി. മഴവില്ല് അവനെ നോക്കി പുഞ്ചിരിക്കുന്നതായി തോന്നി. അവൻ മഴവില്ലിനെ നോക്കി കൈ വീശി. അവനെ നോക്കി നോക്കി മഴവില്ല് മെല്ലെ മെല്ലെ എങ്ങോ മറഞ്ഞു.